വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ആരാധനാലയങ്ങളുടെ ഭണ്ഡാരം കുത്തി തുറന്ന് കവർച്ച നടത്തുന്നയാൾ പോലീസ് പിടിയിലായി. എറിയാട് സ്വദേശി പ്ലാക്കൽ ഫൈസൽ എന്ന 37-കാരനെയാണ് കൊടുങ്ങല്ലൂർ SI PK പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. നേരത്തെ മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന ഇയാൾ ഈയിടെയാണ് പുറത്തിറങ്ങിയത്. മേത്തലയിലെ കീഴ്ത്തള്ളിയിൽ ഒരു കുടുംബക്ഷേത്ര ഭണ്ഡാരം കവർന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ നൈജീരിയക്കാരനായ ഡോക്ടറുടെ ലാപ്ടോപ്പ് മുനയ്ക്കൽ കടപ്പുറത്ത് വെച്ച് മോഷ്ടിക്കുകയും ലാപ്ടോപ്പിലെ സുരക്ഷാ അലാറം ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് അത് കടലിൽ എറിയുകയും ചെയ്തതായും ഇയാൾ പോലീസിന് മൊഴി നൽകി. ലാപ്ടോപ്പ് പോലീസ് കടലിൽ നിന്നും കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ സിദ്ധാർത്ഥൻ, CR പ്രദീപ്, AK ഷാജു എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സുന്നി മഹൽ അസോസിയേഷൻ കയ്പമംഗലം മേഖലാ സമ്മേളനം 3 പീടിക വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തി. SYS തൃശൂർ ജില്ലാ ട്രഷറർ സയ്യിദ് ഫസൽ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അബ്ദുഹാജി കാര അധ്യക്ഷത വഹിച്ചു. സുന്നി മഹൽ അസോസിയേഷൻ നേതാക്കളായ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് സൈനുല്ലാബ്ദീൻ തങ്ങൾ, യൗക്കൂബ് ഫൈസി, സുലൈമാൻ സഖാഫി കുണ്ടുകുളം, അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്പിരിയം, മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പാലപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. 10 വർഷത്തെ പ്രവർത്തന പരിചയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബോധപൂർവമായ ഒരു പ്രമേയം എന്നതിലേക്ക് തന്നെയാണ്. മഹാനായ PB ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. SMA രൂപം കൊടുക്കുന്ന കാലത്ത് SMA ഒരു ആശയമായി കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ സംഘടനാ തലത്തിൽ മഹല്ല് മേധാവികളെ, മാനേജ്മെന്റുകളെ സംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അവർ അസംഘടിതരായതിന്റെ ദൂഷ്യങ്ങളും ചൂണ്ടിക്കാണിച്ചു. കൊടുങ്ങല്ലൂരിൽ മണൽവേട്ട. പുലർച്ചെ കാറിലെത്തിയ പോലീസ് സംഘം 3 മണൽ ലോറികൾ പിടികൂടി. കൊടുങ്ങല്ലൂരിലെ മേത്തലയിലാണ് പോലീസ് രഹസ്യ നീക്കത്തിലൂടെ മണൽക്കടത്ത് പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ പോലും അറിയിക്കാതെ SI PK പത്മരാജന്റെ നേതൃത്വത്തിൽ സീനിയർ CPO CR പ്രദീപ്, CPOമാരായ നജീബ്, ഗോപി, OF ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് മണൽ ലോറികൾ പിടികൂടിയത്. മോട്ടോർ വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ടാക്സ് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ കൊടുങ്ങല്ലൂർ RTO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. EK ഉമേഷ് അധ്യക്ഷനായിരുന്നു. KG ശശിധരൻ, KB ജയശങ്കർ, K രഞ്ജു, GK പ്രദീപ്, CG ശ്രീരാജ് എന്നിവർ പ്രസംഗിച്ചു. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തേരുവരവ് ഉത്സവം ചൊവ്വാഴ്ച ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, തുടർന്ന് ശാസ്താവിനെ എതിരേൽക്കൽ, ശാസ്താ സങ്കീർത്തനം, ഉച്ചപൂജ, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് വിളക്കുപറമ്പ് ക്ഷേത്രത്തിൽ നിന്നും തേരുവരവ് ആരംഭിച്ചു. താലമേന്തിയ ഭക്തരുടെയും നാദസ്വരം, ശിങ്കാരിമേളം, ശാസ്താ സങ്കീർത്തനം എന്നിവയുടെയും അകമ്പടിയോടെ ശാസ്താവ് ആനപ്പുറത്തും ഭഗവാൻ അലങ്കരിച്ച തേരിലുമാണ് ഐരൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാരാപ്പുള്ളി പ്രതാപൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം മേനോത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി, ഉച്ചപൂജ, ദേവിക്ക് ഭസ്മക്കളം, പ്രസാദ ഊട്ട്, പൂരം എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് പൊങ്കാല, ദീപാരാധന, വെടിക്കെട്ട് എന്നിവയുമുണ്ടായി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി.എസ്. വിജയൻ കാരുമാത്ര, ഉപതന്ത്രിമാരായ പടിയൂർ വിനോദ്, എൻ.കെ. അനുരാഗ്, ക്ഷേത്രം മേൽശാന്തി ജിത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന വോളിബോൾ, ഫുട്ബോൾ സൗജന്യ കോച്ചിംഗ് ക്യാമ്പുകൾ നടത്തുന്നു. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ്. വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് തൃപ്രയാർ AUP സ്കൂൾ ഗ്രൗണ്ടിലും ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലുമാണ് നടത്തുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വോളിബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 97 44 26 10 89 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 94 46 93 82 65 എന്ന ഫോൺ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ കയ്പമംഗലത്ത് UDFന്റെ മണ്ഡലം കൺവെൻഷൻ. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ മതിലകത്ത് UDFന്റെ ജനജാഗ്രതാ സദസ്സ്. പെരിഞ്ഞനം കൊലപാതകം മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് BJPയുടെ സായാഹ്ന ധർണ. ആരാധനാലയങ്ങളുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തുന്നയാൾ കൊടുങ്ങല്ലൂർ പോലീസ് പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.